നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളത്തിലിറങ്ങിയ F-35Bയുടെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ഒരാഴ്ച കൂടി വേണമെന്ന് ബ്രിട്ടീഷ് നേവി ഉദ്യോഗസ്ഥർ പ്രതിരോധ വകുപ്പിനെ അറിയിച്ചുവെന്നാണ് സൂചന. അമേരിക്ക ഇത്രയും നാൾ വീമ്പിളക്കിക്കൊണ്ട് നടന്ന അത്യാധുനിക യുദ്ധവിമാനമാണ് മഴയും വെയിലുമേറ്റ് അനാഥമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുന്നത്. കൂടാതെ CISFന്റെ സുരക്ഷയും അവിടെയുണ്ട്. ഇതിൽ പരം നാണക്കേട് ഇനി അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിനോ അമേരിക്കയുടെ പ്രതിരോധ സേനയ്ക്കോ ഇനി ഉണ്ടാകാനില്ല. പാകിസ്ഥാന് അമേരിക്ക കൊടുത്ത F-35 വിമാനം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാൻ നമുക്ക് നേരെ ഒരു ആക്രമണം നടത്തി. അപ്പോൾ അമേരിക്ക കൊടുത്ത F-35 യുദ്ധവിമാനം വെച്ചിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഒരു തിരിച്ചടി നടത്തിയത്. പക്ഷെ ആ യുദ്ധവിമാനം പോലും ഇന്ത്യയുടെ മണ്ണിലേക്ക് തൊടാതെ നമ്മൾ ആകാശത്ത് വെച്ച് തന്നെ അതിനെ തവിട് പൊടിയാക്കി. അതിലൊരു നാണക്കേട് അമേരിക്കയുടെ തലയ്ക്ക് മീതെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. ആ ഒരു സമയത്താണ് വീണ്ടും യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇങ്ങനെ മഴയും വെയിലുമേറ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് 1-2 ദിവസമല്ല, 2-3 ആഴ്ചകളായി. യുദ്ധവിമാനമായതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയിലാണ് ആ യുദ്ധവിമാനം നിൽക്കുന്നത്. കൂടാതെ ട്രംപും അതോടൊപ്പം തന്നെ അമേരിക്കയിലെ പ്രതിരോധ സേനയ്ക്കെല്ലാം വലിയൊരു ടെൻഷനുണ്ട്. കാരണം യുദ്ധവിമാനമാണ്, അതിൻ്റെ തന്ത്രപ്രധാനമായ അതിൻ്റെ ആ ഒരു സാങ്കേതിക വിവരങ്ങൾ നമ്മൾ ആരെങ്കിലും ചോർത്തുമോ, ഇന്ത്യ അടക്കം ചോർത്തുമോ എന്നത് ട്രംപിനും അമേരിക്കയ്ക്കും ഒരു ടെൻഷനുണ്ട്. പക്ഷേ നമ്മുടെ പ്രതിരോധ വകുപ്പിൻ്റെ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിൻ്റെ കുട്ടികളെന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം ബുദ്ധിജീവികളാണ്. കാര്യം അവർക്ക് ആ വിമാനത്തിനകത്ത് കയറിയാൽ തന്നെ മെയിൻ ഭാഗങ്ങൾ ഇപ്പോൾ തന്നെ ചോർത്തിയിരിക്കാം എന്നൊരു സംശയം അമേരിക്കയ്ക്ക് തന്നെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ആ യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതിക കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചോർത്തിയെടുത്ത് വേണമെങ്കിൽ നമുക്കൊരു പുതിയ അമേരിക്കയുടെ F-35നെ വെല്ലുന്ന തരത്തിലുള്ളൊരു യുദ്ധവിമാനം നമുക്ക് തന്നെ സ്വന്തമായിട്ട് നിർമ്മിക്കാവുന്നതുമാണ്. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിൻ്റെ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചീള് കേസാണ്. മിക്കവാറും വിമാനം കത്തിച്ച് കളയാൻ വരും ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്നും ട്രംപ് ഒരു ഉത്തരവിട്ടാലും ആശ്ചര്യപ്പെടാനില്ല എന്നതാണ് വസ്തുത. തകരാർ പരിഹരിക്കാൻ US വിമാന നിർമ്മാതാക്കളായ ലോക്ക്ഹീഡ് മാർട്ടിന്റെ എഞ്ചിനീയർമാർ അമേരിക്കയിൽ നിന്ന് എത്തുമെന്നാണ് വിവരം. 6 ദിവസമായി യുദ്ധവിമാനം തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിലെ 4-ാം നമ്പർ ബേയിലാണ്. വിമാനത്തിനോട് ചേർന്നുള്ള എയർ ഇന്ത്യയുടെ ഹാങ്ങർ യൂണിറ്റിൽ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് സൗകര്യമൊരുക്കാമെന്ന് എയർ ഇന്ത്യ അറിയിച്ചെങ്കിലും ബ്രിട്ടീഷ് നേവി ഇത് നിരസിക്കുകയാണ്. അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക വിദ്യ ഇതുവരെ മറ്റൊരു രാജ്യത്തിനും കൈമാറിയിട്ടില്ല. സാങ്കേതിക വിദ്യകൾ ചോരുമെന്ന് ഭയന്നാണ് ഹാങ്കറിലേക്ക് മാറ്റാൻ തയ്യാറാകാത്തതെന്നാണ് അറിയുന്നത്. ഹാങ്കർ യൂണിറ്റിൽ കയറ്റേണ്ട സാഹചര്യം വന്നാൽ അമേരിക്കൻ വിമാനത്തെ ഈ യുദ്ധവിമാനത്തെ കയറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ചരക്ക് വിമാനം കൊണ്ടുവന്ന് അതിലേക്ക് കയറ്റി തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എങ്കിലും ഹാങ്കർ യൂണിറ്റിൽ കയറ്റില്ല. ലോകത്തിലെ ഏറ്റവും വിലയേറിയതും ആധുനികവുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് അമേരിക്ക കൊട്ടി ആഘോഷിച്ച F-35Bയുടെ സാങ്കേതിക തകരാർ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വാർത്തയായത്. വിമാനവാഹിനി കപ്പലിൽ നിന്നും കുത്തനെ പറന്നുയരാൻ കഴിയുന്ന സംവിധാനമാണ് തകരാറിലായതെന്നാണ് വിവരം. അറബിക്കടലിന് മുകളിലൂടെ പറക്കുന്നതിനിടെ ശനിയാഴ്ച രാത്രി 10:30 ബ്രിട്ടീഷ് നേവിയുടെ യുദ്ധവിമാനമാണ് F-35B അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള ഏറ്റവും വിലയേറിയ യുദ്ധവിമാനങ്ങളിൽ ഒന്നായ അമേരിക്കൻ നിർമ്മിത F-35B വിമാനത്തിന്റെ സാങ്കേതിക രഹസ്യങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കണമെന്ന സന്ദേശം UKക്ക് അമേരിക്ക നൽകിയതായാണ് സൂചന. ഈ സാഹചര്യത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ അവസാനവട്ട പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കുമായി വിമാനം ഹാങ്ങറിലേക്ക് നീക്കുന്ന കാര്യം പരിഗണിക്കൂ. ഇന്തോ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നുയർന്ന യുദ്ധവിമാനം ശനിയാഴ്ച രാത്രിയാണ് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത്. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി ഇവിടെ നടക്കാതെ വന്നാൽ അതിനെ UKയിലേക്ക് വിമാനം തിരികെ കൊണ്ടുപോകാൻ ഒരു നീക്കമാണ് നടത്തുന്നത്. സൈന്യത്തിന്റെ ചരക്ക് വിമാനത്തിൽ യുദ്ധവിമാനം തിരികെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ആലോചന. വിമാനത്തിൽ തകരാർ സംഭവിച്ച ഹൈഡ്രോളിക് സംവിധാനത്തിലെ ഏതാനും ഭാഗം മാറ്റേണ്ടതുണ്ട്. UKയിൽ നിന്നും ആദ്യമെത്തിയ എഞ്ചിനീയർമാർക്ക് തകരാർ പരിഹരിക്കാനായില്ല. വിദഗ്ധ എഞ്ചിനീയർമാരെ എത്തിക്കുന്നുണ്ട്. ഇത് നടക്കാതെ വന്നാൽ സൈന്യത്തിന്റെ ചരക്ക് വിമാനത്തെയാണ് ഇനി ആശ്രയിക്കുക. ലോക്ക്ഹീഡ് മാർട്ടിൽ നിർമ്മിച്ച വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായ F-35A അതിർ യുദ്ധവിമാനമാണ് നിലവിൽ ഇറാനെതിരായ ഇസ്രയേൽ വ്യോമാക്രമണത്തിന്റെ മുൻനിരയിലുള്ളത്. F-35ലേക്ക് ഇസ്രയേൽ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പാണിത്. ഇസ്രയേലിനും ബ്രിട്ടീഷ് നാവികസേനയ്ക്കും പുറമെ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ്, US മറൈൻ കോർ എന്നിവയും നിലവിൽ F-35 ഉപയോഗിക്കുന്നുണ്ട്. F-35 വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള സന്നദ്ധ ഈ വർഷം ആദ്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു.
ഇന്ത്യ സ്വന്തം നിലയ്ക്ക് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. റഡാറുകളുടെ കണ്ണുവെട്ടിക്കുന്ന ഇതിലെ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ കയ്യിലെത്താതിരിക്കണമെന്നത് അമേരിക്കയുടെ ആഗ്രഹമാണ്. കഴിഞ്ഞ ദിവസം വിമാനത്തിന്റെ സാങ്കേതിക തകരാർ കണ്ടെത്തുന്നതിനായി ബ്രിട്ടനിൽ നിന്നും 5 പേർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന പൈലറ്റ് ഫ്രെഡിയും മറ്റു 2 സാങ്കേതിക വിദഗ്ധരും വെള്ളിയാഴ്ച ബ്രിട്ടനിലേക്ക് മടങ്ങി. പുതിയതായി എത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ യുദ്ധവിമാനത്തിന്റെ ചുമതല ഏറ്റെടുത്തു. അടുത്ത ദിവസങ്ങളിൽ ഇവർ വിമാനത്തിൽ കൂടുതൽ പരിശോധന നടത്തും. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 30 അംഗ വിദഗ്ധ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തും. F-35 പരിശോധിക്കാനും വിമാനത്തെ തിരികെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനും പൂർണ്ണ സജ്ജമായാണ് സംഘം വരുന്നത്. കഴിഞ്ഞ 6 ദിവസമായി കനത്ത മഴയിൽ തുറന്ന സ്ഥലത്ത് F-35 നിർത്തിയിട്ടാണ് തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചത്. മൺസൂൺ സാഹചര്യമായിരുന്നാൽ പണികൾ നടക്കുന്നതിന് താത്കാലിക ഷെഡ് പോലുള്ള സംവിധാനം ഒരുക്കാമെന്ന വ്യോമസേനയുടെ നിർദ്ദേശവും ബ്രിട്ടൻ നിരസിച്ചിട്ടുണ്ട്. ബ്രിട്ടനിലെത്തിച്ച് ആ യുദ്ധവിമാനം കത്തിച്ചു കളഞ്ഞാൽ പോലും ഇന്ത്യക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് ഉറപ്പിക്കാനാണ് ഇതെല്ലാം. വിമാനത്തിന്റെ 4ാം നമ്പർ ബേയിൽ CISFന്റെ സുരക്ഷാ വലയത്തിലാണ് F-35. ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റാൻ വിസമ്മതിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് നാവികസേന ഉദ്യോഗസ്ഥരടക്കം. കൂടാതെ 2 ആഴ്ചയായി അമേരിക്കയുടെ യുദ്ധവിമാനമായ F-35 തുറന്ന സ്ഥലത്ത് മഴയും വെയിലുമേറ്റ് കിടക്കുമ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ സേന, അതോടൊപ്പം തന്നെ മിലിറ്ററി ഉൾപ്പെടെയുള്ളവർ ഈ വിമാനത്തെ പറ്റി കൂടുതലായിട്ടൊന്ന് പഠിക്കുകയും ചെയ്യും. കൂടാതെ ഈ വിമാനത്തിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം തന്നെ നമ്മളെ DRDOയും മിലിറ്ററിയും അടക്കമുള്ള വമ്പൻ ടീമുകൾ തന്നെയുണ്ട്. കാരണം അവിടെ തന്നെ ഒരുപാട് ബുദ്ധിജീവികളുണ്ട്. അവർക്ക് തന്നെ ഈ ഒരു വിമാനം എന്തായാലും ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ എന്തായാലും അവർ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ അവർ ഒളിച്ചും പാത്തും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇതിൻ്റെയൊക്കെ ടെക്നോളജി അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നതാണ് വസ്തുത. കാരണം വിമാനം ഇറക്കിയത് പാകിസ്ഥാനിലല്ല, ഇന്ത്യയിലാണ്. കാരണം യുദ്ധവിമാനങ്ങളെപ്പറ്റി നിരന്തരം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ഓരോ ദിവസം ചെല്ലുന്നവരും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ടീമിലുള്ളവർ യുദ്ധവിമാനങ്ങൾ തന്നെ നമ്മുടെ പട്ടാളക്കാർ ഓരോ യുദ്ധവിമാനങ്ങളും ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിദേശ രാജ്യത്ത് നിന്നും ഒരു യുദ്ധവിമാനം വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെപ്പറ്റിയും കൂടുതലായിട്ട് പഠിക്കും. അതാണ് ഭാരതീയർ. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.